ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്ലീവിൻ്റെ ഡിസൈൻ വർക്കാണ്. അപ്പം ഇതിൻ്റെ ചുരിദാറിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണണം. പിന്നെ അതിൻ്റെ സ്ലീവിൻ്റെ വർക്ക് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണിത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്ലീവിൻ്റെ മെറ്റീരിയലും അതിന് വയ്ക്കാനുള്ള പീസസൊക്കെയാണ് നമ്മളിപ്പോൾ ആദ്യം എടുത്ത് വയ്ക്കുന്നത്. അതിന് വേണ്ടുന്ന കോണായിട്ടുള്ള പീസും അതിൻ്റെ അടിയിൽ വെക്കേണ്ട പീച്ച് കളർ പീസും പിന്നെ അതിന് വേണ്ടി ലൂപ്സ് അടിക്കാനുള്ള പീസുമൊക്കെയാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു 2 ഇഞ്ച് വീതിയുള്ള പീസ് എടുത്ത് സ്ക്വയറായിട്ടുള്ളൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ കോണായിട്ട് മടക്കും. അത് 2 കളറിലും എടുക്കണം കേട്ടോ. മെറ്റീരിയലിൻ്റെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ പീസും ബോട്ടത്തിൻ്റെ പീസും അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഇഞ്ച് വീതി നീളമുള്ളൊരു സ്ക്വയർ പീസ് എടുത്തിട്ട് ഇതേപോലെ കോൺ ആയിട്ട് മടക്കും. എന്നിട്ട് അത് ഒന്നിൻ്റെ മീതെ ഒന്ന് വെച്ച് നമ്മൾ അടിച്ചെടുക്കും. അങ്ങനെ എടുത്തേക്കുന്ന പീസാണ് കേട്ടോ ഇത്. അത് ഒരു സ്ലീവിന് ഏകദേശം ഒരു 12 എണ്ണം വേണം. അങ്ങനെ ആ കണക്കിലാണ് ഞാനിതിവിടെ വയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിങ്ങനെ ടോപ്പിൻ്റെ പീസും ബോട്ടത്തിൻ്റെ പീസും മിക്സായിട്ട് വെച്ച് അടിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണം ഞാൻ അത് അടിക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ. ഇതിലിപ്പോൾ സ്ലീവ് നമ്മൾ ഷേപ്പിനൊന്നും കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ലീവിന് ആവശ്യമുള്ളൊരു തുണി നമ്മളിവിടെ എടുത്തേക്കണേണ്. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ വർക്ക് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ടത്തിൻ്റെ ഒരു പീസ്, അതായത് ഒരു 3.5 ഇഞ്ച് വീതി കിട്ടുന്ന രീതിയിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് മതി നമുക്ക് ഫിനിഷിങ്. പക്ഷേ തയ്യൽ തുമ്പ് കൂടിയും കൂട്ടി ഒരു 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ആവശ്യം കഴിഞ്ഞിട്ട് വെട്ടിക്കളയാലോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ഇതേപോലെ ഒരു ഇഞ്ച് വീതിയിൽ തുണി എടുത്തിട്ട് ഒപ്പം മടക്കി അയൺ ചെയ്തതാണ്. എന്നിട്ട് അതിൻ്റെ അരികത്ത് കൂടെ നമ്മൾ അടിച്ചെടുത്ത് അത് പതിച്ച് അടിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളി പൊക്കോളും. നമ്മളിങ്ങനെ തിരിച്ച് വയ്ക്കുമ്പോൾ തയ്യൽ തുമ്പ് ഉള്ളി പൊക്കോളും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മീതെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നല്ല പതിച്ച് അടിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മളിതിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമ്മൾ കൂടുതലുള്ള തയ്യൽ തുമ്പൊക്കെ കട്ട് ചെയ്ത് ഈ സമയത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ അത് മടക്കി വെച്ച് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കൂടുതലും തന്നെ തയ്യൽ തുമ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് പതിച്ചടിച്ചെടുക്കാം. അപ്പോൾ അത് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ മുൻകൈയുടെ വണ്ണത്തിൻ്റെതാണ്. എനിക്കിവിടെ 5.5 മതി. 5.5 11 ഇഞ്ച് മുൻകൈ വണ്ണം മതി. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി തയ്യൽ തുമ്പും കഴിച്ചിട്ടുള്ള നീളമാണ് അതിൻ്റെ നീളം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ച ആ കോൺ പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കും. സെൻറ്റർ നോക്കിയിട്ട് അപ്പുറം വെച്ച് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഒരു വശത്തേക്ക് 3 എണ്ണം, ഇപ്പുറത്തെ വശത്തേക്ക് 3 എണ്ണം, അങ്ങനെ ടോട്ടൽ 6 എണ്ണം. പിന്നെ അതിൻ്റെ ഇപ്പുറത്തും നമ്മൾ വയ്ക്കും. അങ്ങനെ 12 എണ്ണം ഒരു സ്ലീവിന് നമ്മളിവിടെ വയ്ക്കും കേട്ടോ. ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഒരു വശത്ത് 3 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെ വയ്ക്കും. അപ്പോൾ ഓൾറെഡി അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം ഉണ്ട്. ഇനി 2 എണ്ണം വയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഭാഗം കിട്ടും. പിന്നെ നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗത്തേക്കൊന്നും നമ്മളിത് അടിക്കേണ്ടി വരില്ല. 5.5 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ നമ്മളിത് ചെയ്താൽ മതി. 5.5 മീൻസ് 11 ഇഞ്ച് കിട്ടുന്ന രീതിയിൽ നമ്മളിത് ചെയ്താൽ മതി. പിന്നെ തയ്യൽ തുമ്പി പൊക്കോളും ബാക്കിയുള്ളത്.
അതേപോലെ ഇപ്പുറത്തും നമ്മൾ ഇതേപോലെ വെച്ചടിച്ചു കൊടുക്കണം. മറ്റേത് വെച്ചതിൻ്റെ നേരെ തന്നെ ഇപ്പുറത്തും ഇത് വെച്ചടിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ 6 പീസും അതുപോലെ തന്നെ വെച്ചെടുക്കാം. നമുക്കിപ്പോൾ സ്ലീവിന് ലെങ്ത്ത് കിട്ടൂലാത്ത മെറ്റീരിയൽ ഉണ്ടാവും, പിന്നെ ജോയിൻ്റുള്ള മെറ്റീരിയൽ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വർക്ക് കൊടുത്താൽ സ്ലീവ് കാണാനും നല്ല ഭംഗിയുണ്ടാവും. ജോയിൻ്റ് അറിയാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഷോളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കൂടുതലും നെക്കിൻ്റെ വർക്കൊന്നും ചെയ്താൽ അധികം ആവശ്യമില്ലല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ലല്ലോ. ഒന്നല്ലെങ്കിൽ താഴെയുള്ള വർക്ക്, അതല്ലെങ്കിൽ സ്ലീവിൻ്റെ വർക്ക്, ഇത് രണ്ടാണ് കൂടുതൽ ചോദിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്താൽ നമുക്ക് നല്ല എക്സ്പെൻസും ഇതിന് മേടിക്കാൻ പറ്റും. എന്നിട്ട് നമ്മളൊരു പീസ് ഇതേപോലെ അടുക്കി അടിച്ചെടുത്തിട്ട് അതിൻ്റെ നീളത്തിന് ആവശ്യമായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു 5 പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു 3-3.5 ഇഞ്ച് നീളത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ ആ 2 കോണിൻ്റെ പീസില്ലേ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. സെൻറ്ററിലല്ല, ഇടക്കിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് അതും ഒരു ഡിസൈനായിട്ട് അതോടെ കിട്ടും. അതേപോലെ തന്നെ ഇപ്പുറത്തും അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അത് രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ അളന്ന് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ കൈയുടെ വണ്ണത്തിന് ആവശ്യമുള്ള ഭാഗത്തൊക്കെ ആ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കട്ട് ചെയ്ത് മാറ്റാം. വണ്ണവും തയ്യൽ തുമ്പും കഴിച്ചിട്ടുള്ള ബാക്കി ഭാഗം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ നമ്മൾ ടോപ്പിൻ്റെ ഒരു പീസ് ഒരു 1.25 ഇഞ്ച് വീതി, ഫിനിഷിങ് 1.25 ഇഞ്ച് വരും കേട്ടോ. തയ്ച്ച് കഴിയുമ്പോൾ 1.25 ഇഞ്ച് വരും. ആ രീതി കിട്ടുന്ന രീതിയിൽ ഞാനിവിടെ മടക്കിയെടുത്ത് അടിക്കണുണ്ട്. അപ്പോൾ ഇത് ചീത്ത വശത്ത് വെച്ച് അടിച്ചിട്ട് നല്ല വശത്തേക്ക് മടക്കി അടിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് നമുക്ക് തയ്ച്ച് വരുമ്പോൾ ഒരു 1.25 ഇഞ്ച് കിട്ടും. അത് കണക്കാക്കിയാണ് ഞാനിവിടെ തുണി എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കൈയുടെ താഴ്ഭാഗമായിട്ട് വരും. ഇനി ഇപ്പോൾ ഈ പീസ് നമ്മൾ സ്ലീവ് ഏതാണോ സ്ലീവ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തുണി അതുമാ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ എനിക്കിവിടെ സ്ലീവിന് സെൻറ്ററിൽ ജോയിൻറ്റ് വരുന്നുണ്ട്. അതിന് വേണ്ടി ഞാൻ സെൻറ്ററിൽ ഈ ബോട്ടത്തിൻ്റെ ഒരു പീസ് വച്ചടിച്ചു കൊടുക്കും, ഒരു പൈപ്പിംഗ് പോലെ അതിൻ്റെ ഉള്ളിൽ വച്ചടിച്ചെടുത്തിട്ട് നമ്മൾ പതിച്ചടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ജോയിൻറ്റ് ഒരു ഭംഗിയായിട്ട് അവിടെ തോന്നിക്കോളും. ജോയിൻറ്റിൻ്റെ ആ ഭംഗി അവിടെ നമുക്ക് മാറിക്കിട്ടും. നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പോയിൻറ്റ് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ട് ഒപ്പം മടക്കി ഈ ജോയിൻറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ തയ്യൽ തുമ്പിട്ട് അടിക്കണവരെ അടിച്ചെടുക്കണം. അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് എന്തോരം ഉണ്ടെന്ന് ഈ സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് വെച്ച് പുറങ്ങാണി ഇടിക്കുമല്ലോ. ആ സമയത്ത് നമുക്ക് ആവശ്യമുള്ള വീതി അപ്പം എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ സ്ലീവ് ഒന്നും കട്ട് ചെയ്തിട്ടുണ്ടായില്ല. സ്ലീവിന് ആവശ്യമുള്ളൊരു തുണി മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി സ്ലീവ് ഇവിടെ 10 ഇഞ്ച് വണ്ണത്തിലും മുൻകൈ ഒരു 6.5 ഇഞ്ച് വണ്ണത്തിലും ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 3.5 ഇഞ്ച് കുഴിച്ച് ഇവിടെ ഷേപ്പ് ചെയ്ത് ഇവിടെ ഇങ്ങനെയും കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സ്ലീവിൻ്റെ ആ വണ്ണം നമ്മളൊരു ഏകദേശം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മറിച്ചെടുക്കുമ്പോൾ നമുക്ക് പൈപ്പിങ് ഇതേപോലെ വീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര നമുക്ക് വീതി വേണ്ട. ഈ സമയത്ത് നമ്മൾ പതിച്ചടിക്കുന്ന സമയത്ത് നമ്മൾ അതിനാവശ്യമുള്ള അത്രയും വീതി ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം പതിച്ചടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു പോയിൻ്റ്
വീതിയിൽ നമുക്ക് ആ പീസ് അടിച്ചെടുക്കാൻ പറ്റും, പൈപ്പിംഗ് പോലെ. അപ്പോൾ നേരത്തേലും വീതി കുറഞ്ഞില്ലേ, ഇത്രയും വീതി മതി നമുക്കിവിടെ. അപ്പോൾ നമ്മൾ ജോയിൻ്റ് ചെയ്തെടുത്ത്, അപ്പോൾ ആ ജോയിൻ്റ് ഒരു പൈപ്പിംഗ് കൂടി വന്നപ്പോൾ ഒരു ഭംഗിയായല്ലോ അത്. ഇനി നമ്മൾ തയ്ച്ചെടുത്ത പീസ് ഇതേപോലെ താഴത്ത് വെച്ച് അടിക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഈ പീസ് ഇങ്ങനെ തയ്യൽ തുമ്പ് മടക്കി വെച്ചിട്ട് അതിൻ്റെ മീതെ വെച്ച് അടിച്ചെടുക്കേണ്ട ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ, ആ പൈപ്പിങ്ങിൻ്റെ ആ ഭാഗമാണ് സെൻറ്റർ, അത് ആ പീസിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മളത് അടിച്ചെടുക്കും. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ വർക്ക് ചെയ്ത പീസ് 2 ഇഞ്ച് കറക്റ്റ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ സ്ലീവിന് മൊത്തം 17 ഇഞ്ചാണ് നമുക്ക് ഫിനിഷിങ് വേണ്ടത്. അപ്പോൾ സ്ലീവ് ഞാൻ 15 ഇഞ്ച് ലെങ്ത്തിലാണ് സ്ലീവിൻ്റെ പീസ് വെട്ടിയെടുത്തത്. അപ്പോൾ ആ പീസ് നമ്മൾ ഇതുമ്പോൾ വെച്ച് അടിച്ച് കഴിയുമ്പോൾ പിന്നെ താഴത്തെ ആ പീസും കൂടി വരുമ്പോൾ നമുക്ക് മൊത്തം 17.5 ഇഞ്ച് കിട്ടും. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പോടും കഴിഞ്ഞ് നമുക്ക് 17 ഇഞ്ചിൽ ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. ഈ ഡബിൾ സ്റ്റിച്ച് താഴത്തും കൊടുക്കണം കേട്ടോ. കൊടുത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 2 ഭാഗത്തും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നല്ല എളുപ്പമുള്ള വർക്കുമാണ്, നല്ല ഭംഗിയുമുണ്ട് തയ്ച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ചുരിദാർ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ചാർജ് അതനുസരിച്ച് കൂട്ടി മേടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.